CPM നേതാവ് എം സ്വരാജ് പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് സമൂഹ മാധ്യമങ്ങളിട്ട പോസ്റ്റ് ഇന്ത്യക്കെതിരാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയതിൽ സ്വരാജിന് വല്ലാതെ നൊന്തിരിക്കുന്നു. കാരണം ഇവിടുത്തെ കമ്മികൾക്ക്, പ്രത്യേകിച്ച് CPMൻ്റെ ആളുകൾക്ക് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പാകിസ്ഥാനോട് ഭയങ്കര സ്നേഹമാണ്. കാരണം പാകിസ്ഥാനോട് സ്നേഹമല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിമുകൾ ഉള്ളതുകൊണ്ട് മുസ്ലിമുകളോട് ഭയങ്കര സ്നേഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്റ്. നമ്മൾ ഓർക്കുന്നില്ലേ, ഈ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചപ്പോൾ അതിനെ അതിനിശ്ചിതമായി സ്വരാജ് വിമർശിച്ചിട്ട് ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരന്മാർ ഇസ്രയേലിലേക്ക് കടന്നു കയറി അവിടെ ആഘോഷത്തിലും പരിപാടികൾക്കോ പങ്കെടുത്തിരുന്ന പാവപ്പെട്ട നിരപരാധികളായ ഇസ്രയേലി പുരുഷന്മാരെ കൊന്നത്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നത്, കുട്ടികളുടെ കഴുത്തെറുത്ത് കൊന്നതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഈ മഹാൻ നാളെ കേരളത്തിൽ ചിലപ്പോൾ മുഖ്യമന്ത്രി വരെയൊക്കെ ആകാവുന്ന ആളാണ്. കാരണം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഈ ബുദ്ധിജീവി. വായിൽ പ്രിന്റിംഗ് പ്രസുമായി നടക്കുന്ന ചില ആളുകളിൽ നിന്ന് TG മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അച്ചടി ഭാഷ മാത്രം സംസാരിക്കുന്ന പെട്ടപ്പെട്ട കടിച്ച പൊട്ടത്ത വാക്കുകൾ കെട്ടപ്പെട്ട എന്ന് പറയുന്ന ഒരു നേതാവാണ്, യുവ നേതാവാണ്, കൊള്ളാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇരട്ടത്താപ്പാണ്. അങ്ങനെ ഹമാസ് ഭീകരന്മാർ ഇസ്രയേലിലേക്ക് കടന്നു കയറി ഈ നടത്തിയ നരവേട്ടയെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് സ്വരാജ് പോസ്റ്റ് ഇട്ടു. ഹമാസിന് അവകാശമുണ്ട്, ഹമാസ് എന്തു ചെയ്താലും അത് തെറ്റല്ല എന്ന്. മനസ്സിലായില്ലേ? ഹമാസ് എന്തു ചെയ്താലും അത് തെറ്റല്ല എന്ന് പറഞ്ഞ എം സ്വരാജ് ഇപ്പോൾ ഇന്നലെയാണ് ഈ യുദ്ധത്തിനെതിരെ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ പരോക്ഷമായി തള്ളിപ്പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പുറകോട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ, അത് ഈ പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നോക്കി. ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം ഇട്ടിരിക്കുന്നത് മാർച്ച് 30 ഒരു പോസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് കേന്ദ്ര സർക്കാരിനെതിരെ ഞാൻ വായിക്കാം, പോസ്റ്റ് വായിക്കാം. അത് വായിച്ചാലേ, നുണ രാജ്യം ഭരിക്കുമ്പോൾ സത്യം സെൻസർ ചെയ്യപ്പെടും എം സ്വരാജ് എന്ന് പറഞ്ഞ് 57,000 പേര് ലൈക്ക് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അത് ഡേറ്റ് നോക്കണം, മാർച്ച് 30. പിന്നെ ഏപ്രിൽ 28 അദ്ദേഹത്തിൻ്റെ അടുത്ത പോസ്റ്റ്. ഏതാണ്ട് ഒരു മാസമാകാൻ 2 ദിവസം ഉള്ളപ്പോൾ, ഈ ഏപ്രിൽ 28 മുമ്പ് 6 ദിവസം മുമ്പ് ഏപ്രിൽ 22 പഹൽഗാമിലെ കൂട്ടക്കൊല നടന്നു. മതം ചോദിച്ച് ഹിന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞ് മുസ്ലിം ഭീകരവാദികൾ വെടിവെച്ച് കൊന്നത് ഏപ്രിൽ 22 അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഏപ്രിൽ 28 അദ്ദേഹം, അതായത് മാർച്ച് 30 കഴിഞ്ഞ് ഒരു മാസം തികയാൻ 2 ദിവസം ബാക്കിയിരിക്കെ അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഒരു സഖാവായ സംവിധായകൻ്റെ മരണത്തിന്, ഷാജി എൻ കരുണിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടാണ്, അർപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസിന് എന്തും ചെയ്യാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇസ്രയേലികളെ കൂട്ടക്കൊല ചെയ്യാൻ, ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹമാസിന് അവകാശമുണ്ട് എന്ന് പോസ്റ്റിട്ട ആൾ എന്തുകൊണ്ടാണ് പഹൽഗാം കൂട്ടക്കൊലയെ അപലപിച്ചുകൊണ്ട്, മലയാളി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു, അതിൽ അപലപിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടാതിരുന്നത്? സിമ്പിൾ, കാശ്മീർ ഭീകരന്മാർക്ക്, ഇസ്ലാമിക ഭീകരന്മാർക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്, അല്ലേ? അതെ. ഹമാസിൻ്റെ പിന്തുണയുണ്ട് ഈ കാശ്മീർ ഭീകരവാദികൾക്കെന്ന് ഫെബ്രുവരി 10 ഹമാസിൻ്റെ വക്താവ് ഉൾപ്പെടെ POKയിലെ പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളത് വ്യക്തമാണ്. ഹമാസ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ ചേർന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികളെ പരിശീലിപ്പിക്കാനും അവർക്ക് കേട്ട കാര്യങ്ങൾ ചെയ്യാനും അവരോട് സഹകരിക്കാനും നിൽക്കുന്നുണ്ട്. ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി വിട്ടയച്ച 15 പലസ്തീനികൾക്ക് POKയിൽ സ്വീകരണം വരെ കൊടുത്തു ഹമാസിൻ്റെ നേതൃത്വത്തിൽ. ആ ഹമാസിന് എന്തു ചെയ്യാനും അർഹതയുണ്ട് എന്ന് പോസ്റ്റിട്ട ആൾ എന്തുകൊണ്ട് കാശ്മീരിലെ പഹൽഗാമിൽ മലയാളി ഉൾപ്പെടെ 25 ഹിന്ദുക്കളെ എന്ന് പറയണം, ഇന്ത്യക്കാരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഹിന്ദുക്കളെ മതം ചോദിച്ചും അവരുടെ രഹസ്യഭാഗങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടും കൊന്നതിനെ അപലപിക്കാത്തതിന് കാരണം ഹമാസിന് കൊടുത്ത അതേ വെയിറ്റേജ് കൊടുക്കുന്നു പാകിസ്ഥാൻ തീവ്രവാദികൾക്കും ഹിന്ദുക്കളോട്. അവിടെ ജൂതന്മാരെയാണെങ്കിൽ ഇവിടെ ഹിന്ദുക്കളെ കൊല്ലാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ട് എന്ന് സ്വരാജ് സമ്മതിക്കലാണ്. അതുകൊണ്ടാണ് സ്വരാജിൻ്റെ ഈ യുദ്ധത്തിനെതിരെയുള്ള പോസ്റ്റ് ഞാൻ പോസിറ്റീവായി കണ്ടത്. കാരണം പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കുന്ന ഒരു കുറിപ്പെങ്കിലും അദ്ദേഹം ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഈ വിമർശനം ഉന്നയിക്കേണ്ടായിരുന്നു. അദ്ദേഹം ഈ പോസ്റ്റൊക്കെ വലിയ ബുദ്ധിജീവിയാണല്ലോ.
ആ ബുദ്ധിജീവി എഴുതിയിരിക്കുന്ന എം മുകുന്ദൻ്റെ ദില്ലി ഗാഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ശ്രീധരൻ ഉണ്ണി എന്നുള്ള കഥാപാത്രം 39 വയസ്സോ മറ്റുള്ള ആൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. അയാൾ രാവിലെ ഇരുന്ന് പത്രം വായിക്കുകയാണ്, ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു. ഇംഗ്ലീഷ് പത്രം വായിക്കുമ്പോൾ യുദ്ധം തുടങ്ങി എന്നുള്ള വാർത്ത കണ്ടപ്പോൾ അയാൾക്ക് ഹൃദയാഘാതമുണ്ടായി. ശ്രീധരൻ ഉണ്ണി മരിക്കുന്നു. ഈ ശ്രീധരൻ ഉണ്ണി മരിച്ചതിനെ പരാമർശിച്ചുകൊണ്ട് എഴുതുകയാണ്. സ്വരാജ് എഴുതിയിരിക്കുന്നു. പോസ്റ്റ് മുഴുവൻ വായിക്കണം. എന്തിനാണ് ഈ എം സ്വരാജിൻ്റെ സാഹിത്യം നാട്ടുകാരെ മുഴുവൻ? അദ്ദേഹം കഥയൊക്കെ എഴുതുന്ന ആളാണ് കേട്ടോ. കലാകൗമുദിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥ വന്നിട്ടുണ്ട്. കുറേ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഭൂമിയെ മുറിവേൽപ്പിച്ചിട്ടും മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ്. യുദ്ധം പോയാലും അത് വന്ന വഴിയിൽ മുറിപ്പാടുകളും വ്രണങ്ങളും അവശേഷിക്കണം, അല്ലെങ്കിൽ എന്ത് യുദ്ധം? അപ്പോൾ കാശ്മീരിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യർക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന യുദ്ധം ഒരു മുറിപ്പാടും ഉണ്ടാവത്തില്ലേ? 26 പേർ കൊല്ലപ്പെട്ടു. അവരുടെ ബന്ധുക്കളുടെ ഹൃദയത്തിൽ മുറിപ്പാടുകളില്ലേ? അതൊന്നും പ്രശ്നമല്ല. ആകെയുള്ള പ്രശ്നം ഈ മുസ്ലിം ഭീകരവാദികൾക്ക് പരിക്കേൽക്കുന്നതും മുറിവേൽക്കുന്നതും മാത്രമാണ് സഖാവ് സ്വരാജിൻ്റെ പ്രശ്നം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: യുദ്ധത്തിനു വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട്. ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ട്. സ്വന്തം മുറ്റത്തും മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം വന്നത് അതിർത്തിയിലെ പൂരമാണ്. സ്വന്തം കുഞ്ഞ് കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ. യുദ്ധത്തിൽ വിജയികളില്ല എന്നതാണ് സത്യം. ഏതു യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. മനുഷ്യരും കന്നുകാലികളുമെന്നല്ല, പരിസ്ഥിതി തന്നെയും മുറിവേറ്റ് പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ്. കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണ്. അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിൻ്റെ ശേഷിപ്പുകൾ. ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഭീകരതയില്ലാത്ത സമാധാനത്തിൻ്റെ പുലരികൾ പിറക്കട്ടെ എന്ന് എം സ്വരാജ്. അപ്പോൾ ഭീകരതയില്ലാത്ത സമാധാനത്തിൻ്റെ പുലരികൾ പിറക്കട്ടെ എന്ന് സ്വരാജിന് തോന്നിയത് ഇന്ത്യ പാകിസ്ഥാനിലെ ആക്രമിച്ചപ്പോഴാണ്. അപ്പോൾ ആരാണ് ഭീകരത? ഇന്ത്യയാണ്. അപ്പം പഹൽഗാമിൽ വന്നപ്പോൾ അത് ഭീകരതയല്ല. അല്ലല്ല, അത് സമാധാനം, അത് വിശുദ്ധ യുദ്ധം, ജിഹാദ് പുണ്യപ്രവൃത്തിയല്ലേ? അപ്പൊ ഇന്ത്യ പഹൽഗാമിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അത് ഭീകരതയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അത് ഭീകരതയുടെ തുടക്കമായിട്ട് കാണുന്നു. യുദ്ധം നമ്മൾ ആഗ്രഹിച്ചതാണോ? നമ്മുടെ മനുഷ്യരെ, നമ്മുടെ ജനങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ കൊന്നു വീഴ്ത്തുമ്പോൾ, മതം ചോദിച്ച് കൊന്നു വീഴ്ത്തുമ്പോൾ ഒരക്ഷരമുരിയാടാത്ത ഈ മനുഷ്യൻ വന്നിട്ട് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തപ്പോൾ അതിനെതിരെ പ്രതികരണമായി വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു നിലവിളി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ്? ആദ്യം തോൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്, സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. സ്വരാജ്, അവിടെ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ കണ്ണീർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ കണ്ണീർ. എന്നെ കൂടി കൊല്ലൂ എന്ന് ഭർത്താവിൻ്റെ മൃതദേഹത്തിനരികിൽ നിന്ന് വിലപിക്കുന്ന ഭാര്യ. അപ്പോൾ പറയുന്നു നീ പോയി നിൻ്റെ മോദിയോട് പറയുമെന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീകളുടെ മാഞ്ഞുപോയ സിന്ദൂരത്തിന് വരെയില്ലേ? അവരുടെ കണ്ണീരിന് വരെയില്ലേ? അവരുടെ കുടുംബത്തിന്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതായതിന്, അവർക്ക് സഹോദരങ്ങളില്ലാതായതിന് സ്വരാജിനൊരു വേദനയുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ CPM എടുക്കുന്ന, എക്കാലത്തും എടുക്കുന്ന ഇസ്ലാമിക പ്രീണനം, മുസ്ലിം പ്രീണനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വരാജിൻ്റെ ഈ പ്രകടനം. എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നാളെ ഗോവിന്ദൻ്റെയൊക്കെ സ്ഥാനത്ത്, ഗോവിന്ദൻ്റെയൊക്കെ കാലം കഴിയുമ്പോൾ എം സ്വരാജ് കേരളത്തിലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെ ചിലപ്പോൾ മുഖ്യമന്ത്രിയോ ഒക്കെ ആയേക്കാം. ഇങ്ങനെ പ്രകടമായി ഹിന്ദു വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും മുസ്ലിം ഭീകരതയെ മാറോടു ചേർക്കാനുള്ള അദമ്യമായ പ്രണയവുമുള്ള ഈ മനുഷ്യൻ കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് കൊണ്ടുപോകും നമ്മൾ ആലോചിക്കണം. ഈ മനുഷ്യനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമല്ലേ, 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കും. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ പഹൽഗാമിൽ സിന്ദൂരം മായ്ക്കപ്പെട്ട 25 സ്ത്രീകളുടെ കണ്ണീര് കാണാത്ത സ്വരാജ്, അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ, ഇന്ത്യക്കാരുടെ, ഹിന്ദുക്കളുടെ ചോര കാണാത്ത സ്വരാജ്,
കാശ്മീരിൻ്റെ പേരിൽ കാശ്മീരിൽ നിരന്തരം ഭീകരവാദം കയറ്റുമതി ചെയ്ത് ഇന്ത്യക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് പരിമിതമായെങ്കിലും ഒരു സൈനിക പ്രഹരം ഇന്ത്യ കൊടുത്തപ്പോൾ അത് ഭീകരതയാണെന്ന് പരോക്ഷമായി വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് എഴുതി അവസാനിപ്പിക്കുന്ന സ്വരാജ് വീണ്ടും ഹിന്ദുക്കളുടെ ഇന്ത്യക്കാരുടെ വോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ല ഈ മനുഷ്യൻ്റെ സ്റ്റാൻഡ് എന്താണ്. വീണ്ടും സ്വരാജ് പറഞ്ഞ് നമുക്ക് ആവർത്തിക്കാം, ഹമാസ് എന്തു ചെയ്താലും അത് തെറ്റല്ല. ഹമാസ് പറഞ്ഞാൽ മുസ്ലിം ഇസ്ലാമിക ഭീകരന്മാരാണ്. അവർക്ക് കൊല്ലാം, അവർക്ക് തട്ടിക്കൊണ്ടുപോകാം, അവർക്ക് ബന്ദികളാക്കി വെക്കാം, അവർക്ക് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കഴുത്തറുക്കാം, അവർക്ക് സ്ത്രീകളെ ഓടുന്ന പിക്കപ്പ് വാനിലിട്ട് ബലാത്സംഗം ചെയ്യാം. അപ്പോഴും സ്വരാജ് അന്ന് പറഞ്ഞ അതേ നിലപാടാണ് സ്വരാജിൻ്റെ ഇപ്പോഴും. സ്വരാജ് പറയുന്നു ഹമാസ് എന്തു ചെയ്താലും അത് തെറ്റല്ല എന്നു പറഞ്ഞ സ്വരാജ് ഇപ്പോൾ ഇന്ത്യ ഈ ആക്രമണം നടത്തിയപ്പോൾ ഒരു പ്രതിഷേധക്കുറിപ്പ് പോലെ ഒരു കുറിപ്പിട്ടുവെങ്കിൽ ആ കുറിപ്പിന് ഹിന്ദുവിൻ്റെ ഇന്ത്യക്കാരൻ്റെ ചോരയുടെ വിലയുണ്ട്. അതിന് ആകെ ഒരർത്ഥമേ ഉള്ളൂ. കാരണം ഏതാണെന്നറിയോ, ഞാൻ അന്ധമായ ഇസ്ലാം പ്രേമിയാണ്. മുസ്ലിമുകൾ ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ കൊന്നാൽ അതും അവരുടെ അവകാശമാണെന്നാണ് സ്വരാജ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ സ്വരാജിനെ കേരളത്തിലെ വോട്ടർമാർ, കേരളത്തിലെ ഹിന്ദുക്കൾ ഓർത്തു വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.